നിങ്ങൾ ഗട്ട് ലിവർ ആക്സിസ് എന്നൊരു കാര്യത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? അതായത് നിങ്ങളുടെ ഗട്ടും അതുപോലെ തന്നെ ലിവറും പരസ്പരം കണക്റ്റഡ് ആണ്. അതെങ്ങനെയാണെന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളൊരു ഡിസ്കസ് ചെയ്യുന്നത്. ഗട്ട് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ കുടലും അതുപോലെ തന്നെ ചെറുകുടലും വൻകുടലും എല്ലാം ഉൾപ്പെടുന്നതാണ് ഗട്ട് എന്ന് പറയുന്നത്. ഈ ഒരു ഗട്ടും നിങ്ങളുടെ ലിവറും പരസ്പരം റിലേറ്റഡ് ആണ്. നിങ്ങൾക്ക് ഗട്ട് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ വരുന്ന സമയത്ത് നിങ്ങളൊന്ന് നോക്കുക, നിങ്ങൾക്ക് ലിവറിന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഫാറ്റി ലിവറുള്ള ആളുകളിൽ ഇങ്ങനെ ഗട്ട് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ വരാറുണ്ട്. എന്താണ് ഗട്ട് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ? അസിഡിറ്റി പ്രശ്നങ്ങൾ, ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുകൾ, ദഹനം പ്രോപ്പറായിട്ട് നടക്കാത്തൊരു കണ്ടീഷനൊക്കെ ഈ ഗട്ട് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളാണ്. അത് വരാനുള്ള പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, ലിവറിന് എന്തെങ്കിലും അസുഖമുള്ള സമയത്ത്. മറ്റൊന്നെന്ന് പറയുന്നത്, നിങ്ങൾക്ക് നിങ്ങളുടെ ഗട്ടിൻ്റെ അകത്ത് അഥവാ നിങ്ങളുടെ കുടലിനകത്ത് ബാക്ടീരിയാസിൻ്റെ കുറവ് അല്ലെങ്കിൽ ചീത്ത ബാക്ടീരിയ ആയ എച്ച് പൈലോറി ബാക്ടീരിയ കൂടുതലായിട്ട് കിടക്കുന്ന സമയത്ത്. ഈ ഒരു എച്ച് പൈലോറി ബാക്ടീരിയ എല്ലാവരുടെയും ഈ കുടലിലൊക്കെ കിടക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ അളവ് കൂടുന്ന സമയത്താണ് ഇത് പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇങ്ങനെ അളവ് കൂടാനുള്ള കുറച്ച് കാരണങ്ങളുണ്ട്. എന്ത് കാരണങ്ങൾ കൊണ്ടാണ് എച്ച് പൈലോറി ബാക്ടീരിയ കൂടുതലായിട്ടും വരുന്നത് എന്ന് നോക്കാം. ഇതിൽ ആദ്യം തന്നെ പറയുന്നത്, കൂടുതൽ കാലമായിട്ട് നിങ്ങൾ ആൻറ്റിബയോട്ടിക്സ് കഴിക്കുക. ആൻറ്റിബയോട്ടിക്സ് നമ്മൾ ഒരുപാട് കാലങ്ങളായിട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കുടലിലുള്ള ബാക്ടീരിയാസിൻ്റെ ഗ്രോത്ത് കുറഞ്ഞു പോകും. നല്ല ബാക്ടീരിയാസിൻ്റെ ഗ്രോത്ത് കുറഞ്ഞു പോകും. അത് പല പ്രശ്നങ്ങളും ഉണ്ടാക്കും. ശരീരത്തിൽ നീർക്കെട്ട് ഉണ്ടാക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് താരൻ വരുന്നത്, ഇല്ലെങ്കിൽ ഈ ആർത്രൈറ്റിക് കംപ്ലയിൻസ് ഒക്കെ വരുന്നത് നിങ്ങളുടെ ഗട്ടിൽ നല്ല ബാക്ടീരിയാസിൻ്റെ എണ്ണം കുറയുകയും ചീത്ത ബാക്ടീരിയാസായ എച്ച് പൈലോറി പോലുള്ള ബാക്ടീരിയയുടെ എണ്ണം കൂടുകയും ചെയ്യുന്ന സമയത്താണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ഗട്ട് ശരിയാക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് കാലം ആൻറ്റിബയോട്ടിക്സ് കഴിച്ച ആളുകളാണെങ്കിൽ അത് കഴിവതും കുറയ്ക്കാനുള്ള മാർഗ്ഗങ്ങൾ നിങ്ങൾ സെലക്ട് ചെയ്യണം. പിന്നെ ഒന്നെന്ന് പറയുന്നത്, നിങ്ങൾക്ക് അമിതമായിട്ട് വരുന്ന സ്ട്രെസ്സാണ്. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് സ്ട്രെസ്സ്, ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്ന ആളുകളാണെങ്കിൽ നമ്മുടെ ഗട്ടിലൊക്കെ ചേഞ്ചസ് വരും. ഗട്ടിൻ്റെ ഈ ആ ഒരു അസിഡിക് ലെവലും കാര്യങ്ങളൊക്കെ ചേഞ്ച് ആവും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് എന്ത് വരാം? എച്ച് പൈലോറി ബാക്ടീരിയൻ്റെ കൂടുതലായിട്ടുള്ളൊരു വർധനവ് കണ്ടുവരാം. അതുപോലെ തന്നെ വരുന്നൊരു കണ്ടീഷനാണ്, നിങ്ങൾ അമിതമായിട്ട് ഷുഗറുള്ള ഫുഡ് കഴിക്കുന്ന സമയത്ത്. നിങ്ങൾ കൂടുതലായിട്ടും ഷുഗറി ഫുഡൊക്കെയാണ് എടുക്കുന്നതെങ്കിലും ഈ ഒരു എച്ച് പൈലോറി ബാക്ടീരിയാസ് കൂടുതലായിട്ടും വരാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അകത്ത് ഫൈബർ ഇല്ല, നല്ല പ്രോബയോട്ടിക്സ് ഒന്നും നമ്മൾ കഴിക്കുന്നില്ലെങ്കിലും ഈ ഒരു ബാക്ടീരിയ കൂടുതലായിട്ട് കണ്ടുവരാം. അങ്ങനെ ഈ ബാക്ടീരിയസ് കൂടുതലായിട്ട് വരുന്ന ആളുകളിൽ മൈഗ്രെയിൻ്റെ പ്രശ്നങ്ങൾ വരാനുള്ള ചാൻസസും കൂടുതലാണ്. കാരണം നിങ്ങൾക്ക് ഗട്ട് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളായ ഗ്യാസ്, അസിഡിറ്റി ഒക്കെ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൈഗ്രെയിൻ, തലവേദന വരാനുള്ള ചാൻസസും കൂടുതലാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സോറിയാസിസും അതുപോലെ തന്നെ സ്കിൻ കണ്ടീഷനൊക്കെ വരാനുള്ള ഒരു മെയിൻ റീസൺ നിങ്ങളെ വയറ് ഓക്കെ അല്ല, നിങ്ങൾക്ക് ശോധന പ്രോപ്പറായിട്ട് നടക്കുന്നില്ല. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ വല്ലാതെ അധികം നിങ്ങളെ വേട്ടയാടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സോറിയാസിസ്, താരൻ്റെ പ്രശ്നങ്ങൾ, ആർത്രൈറ്റിക് കംപ്ലയിൻസുകൾ, മൈഗ്രെയിൻ, തലവേദന ഇതെല്ലാം തന്നെ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പം ഈ ഒരു ബാക്ടീരിയാസ് നിങ്ങൾ എന്ത് ചെയ്യണം? എപ്പോഴും അതിൻ്റെ ഒരു നോർമൽ റേഞ്ചിൽ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മാർഗ്ഗങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്കേണ്ടതുണ്ട്. പിന്നെ രണ്ടാമത്തെ ഒരു ദഹന പ്രശ്നം വരാനുള്ള ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ലിവർ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും അസുഖം വരുന്നതാണ്. അപ്പോൾ ലിവർ അതുപോലെ തന്നെ നിങ്ങളുടെ ഗട്ടും എങ്ങനെയാണ് പരസ്പരം റിലേറ്റഡ് ആവുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കും. കാരണം നമ്മുടെ ലിവർ എന്ന് പറയുന്നത് വലിയൊരു ഓർഗനാണ്, ശരീരത്തിലെ ഏറ്റവും വലിയ ഓർഗനാണ്. ഇതിങ്ങനെ ഒരു വലത് സൈഡിലായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പുറകിലായിട്ട് തന്നെ ഒരു ചെറിയൊരു ഓർഗൻ കിടക്കുന്നുണ്ട്, ഗോൾ ബ്ലാഡർ അഥവാ പിത്താശയം എന്ന് പറയും. ഈ പിത്താശയത്തിൽ നിന്നാണ് പിത്തം അഥവാ ബൈൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ഈ ബൈൽ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലൊരു നാച്ചുറൽ ആയിട്ടുള്ളൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. അതുപോലെ തന്നെ ഇതൊരു ആൻറ്റിബയോട്ടിക് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. കാരണം നമ്മുടെ ശരീരത്തിൽ നമ്മൾ ഭക്ഷണം കഴിച്ചതിൻ്റെ ഇത് ആമാശയത്തിലെത്തുന്നു. ആമാശയത്തിൽ നിന്നും പ്രോപ്പറായിട്ടുള്ളൊരു ദഹനം സംഭവിക്കാതെ ഇതിപ്പം ചെറുകുടലിൽ എത്തുന്നുണ്ടെങ്കിലും ഈ ഒരു ചെറുകുടലിൽ വെച്ചിട്ട് ഈ ഭക്ഷണത്തിനെ കംപ്ലീറ്റ് ആയിട്ട് ഡൈജസ്റ്റ് ചെയ്യാനുള്ളൊരു കഴിവ് ബൈലിനുണ്ട്. അതുകൊണ്ട് ബൈലെന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ഇൻഫ്ലമേഷൻ കുറയ്ക്കുന്നു. അതുപോലെ തന്നെ അതുകൊണ്ടാണ് നാച്ചുറൽ ആൻറ്റിബയോട്ടിക് എന്ന് ബൈലിനെ അറിയപ്പെടുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ലിവർ ഓക്കെ ആണോ എന്നുള്ളൊരു കാര്യം ആദ്യം മനസ്സിലാക്കണം. കാരണം ലിവർ ഓക്കെ ആയാൽ മാത്രമേ, ലിവറിൽ നിന്നാണ് ബൈൽ ഉൽപ്പാദിപ്പിക്കുന്നത്, എന്നിട്ട് സ്റ്റോർ ചെയ്യുന്നതാണ് പുറകിലുള്ള ഈ ഒരു ഗോൾ ബ്ലാഡർ എന്ന് പറഞ്ഞ ഓർഗനിൽ. അപ്പോൾ ഗോൾ ബ്ലാഡറിൻ്റെ അകത്ത് നിന്നും എന്ത് ചെയ്യുന്നു? ബൈൽ ഈ ഒരു ഡക്റ്റ് വഴി
ഒരു ബൈൽ ഡക്റ്റ് വഴി നമ്മുടെ കുടലിലോട്ട് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ നോർമലി എന്തൊക്കെയാണ് ബൈലിൻ്റെ ഫങ്ഷൻസ്? ഒന്ന് കൊഴുപ്പിനെ ദഹിപ്പിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു. രണ്ടാമത് എല്ലാത്തരം വൈറ്റമിൻസിൻ്റെയൊക്കെ അബ്സോർപ്ഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. മൂന്നാമത് ഈ ചെറുകുടലിൽ വരുന്ന മൂവ്മെൻറ്റ്സിനെയൊക്കെ ഓക്കെ ആക്കുന്നു, അല്ലെങ്കിൽ നോർമൽ ആക്കുക. അതായത് ഒരു പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻ്റ് ഉണ്ട്, ദഹനത്തിന് സഹായിക്കുന്നത് പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻ്റ് ആണ്. ഈ ഒരു മൂവ്മെൻറ്റ് ശരിയാക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? ഈ ഒരു ബൈലാണ്. അപ്പോൾ ബൈലിൻ്റെ പ്രൊഡക്ഷൻ ഓക്കെ ആണോ? ഈ ബൈൽ പ്രൊഡക്ഷനിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ ഗട്ട് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ വരും. കാരണം നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പ് ദഹിക്കപ്പെടുന്നത് ഇവിടെ വെച്ചിട്ടാണ്, ചെറുകുടലിൽ വെച്ചിട്ടാണ്. കൊഴുപ്പിനെ ദഹിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് വരിക? ഒന്ന്, പിത്താശയത്തിൻ്റെ അകത്ത് കല്ല് വരാനുള്ള ചാൻസസ് ഉണ്ട്. പിത്താശയ കല്ല് നിങ്ങളെല്ലാവരും ഇല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ കൊളസ്ട്രോൾ കൂടാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. അപ്പം ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പം മെയിനായിട്ട് ദഹന പ്രശ്നം വരും. ഒന്ന്, ലിവർ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുണ്ടെങ്കിൽ, മറ്റൊന്ന് എച്ച് പൈലോറി ബാക്ടീരിയാസ് കൂടുന്നുണ്ടെങ്കിൽ, അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഹൈപ്പർ അസിഡിറ്റി, ഹൈപ്പോ അസിഡിറ്റി പോലുള്ള കണ്ടീഷൻസ് ഒക്കെ വരുന്നത്. അപ്പോൾ എന്ത് ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് നിങ്ങൾക്ക് ദഹന പ്രശ്നം വന്നത് എന്ന് മനസ്സിലാക്കുക. നോർമലി ഇപ്പം നമ്മുടെ ക്ലിനിക്കിലൊക്കെ പേഷ്യൻസ് വരികയാണെങ്കിൽ ലിവർ കംപ്ലയിൻസ് ഉള്ള ആളുകളിൽ ഒരുവിധ ആളുകൾ പറയുന്ന ബുദ്ധിമുട്ടാണ് അസിഡിറ്റി അല്ലെങ്കിൽ ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊക്കെ. അപ്പോൾ അവരിലുള്ളൊരു മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇതാണ്. ഒരു ഗ്രേഡ് 1 ഒക്കെയാണ് ഫാറ്റി ലിവർ എങ്കിൽ വലിയ പ്രശ്നമില്ല. അത് ഗ്രേഡ് 2ലും 3ലൊക്കെ എത്തുന്ന സമയത്ത് നമുക്കത് റിവേഴ്സ് ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. കാരണം നിങ്ങൾ ചിലപ്പോൾ മരുന്നുകളും കാര്യങ്ങളും തുടങ്ങേണ്ടി വരും. ഒരു 1ഉം 2 ഒക്കെ ആകുന്ന സമയത്ത് തന്നെ നമ്മൾ എക്സസൈസ് ചെയ്താൽ, ഡയറ്റിൽ ശ്രദ്ധിച്ചാലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലിവറിനെ നോർമൽ ഒരു സ്റ്റേജിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിക്കും. അല്ലെങ്കിൽ ലിവറൊക്കെ ഡീടോക്സിഫൈ ചെയ്യുന്ന രീതിയിലുള്ള ഓരോരോ ഭക്ഷണങ്ങൾ കഴിക്കുക, അല്ലെങ്കിൽ ഓരോ ഡ്രിങ്കുകളൊക്കെ കുടിക്കുന്നതൊക്കെ ലിവറിൻ്റെ ഹെൽത്ത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫാറ്റി ലിവർ ഉണ്ടോ എന്നുള്ളൊരു കാര്യം നിങ്ങൾ ഉറപ്പ് വരുത്തുക. ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നത് കുറച്ചൊന്ന് വയറ് ചാടിയിരിക്കുന്ന ആളുകളിൽ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അവർക്ക് ഫാറ്റി ലിവർ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അത്യാവശ്യം വണ്ണുള്ള ആളുകളും ഈ ഫാറ്റി ലിവർ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. ഫാറ്റി ലിവർ വരുന്നത് ശരീരത്തിലോട്ട് വലിയ സിംറ്റംസ് ഒന്നും, ലക്ഷണങ്ങളൊന്നും കാണിക്കാറില്ല. അതുകൊണ്ട് തന്നെ നമ്മളത് മനസ്സിലാക്കാനും വൈകും. ലിവർ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ഒരു വലിയ ഓർഗനാണ്. കൂടുതൽ കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ കുറച്ച് കാലത്തോളം അതിന് നമ്മളെ ശരീരത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ളൊരു കഴിവുണ്ട്. പക്ഷേ ഒരു പരിധി വിടുന്ന സമയത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത, അല്ലെങ്കിൽ സിറോസിസ് പോലുള്ള സ്റ്റേജിലോട്ടൊക്കെ ലിവർ ചെന്നെത്തിപ്പെടാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ, അതുകൊണ്ട് എപ്പോഴെങ്കിലുമൊക്കെ എന്ത് ചെയ്യുക? ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് ഈ ലിവർ എൻസൈംസ്, SGOT, SGPT എൻസൈംസ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. ഇല്ലെങ്കിൽ ഒരു USG, ഒരു ഇയർലി വൺസ് ഒക്കെ ഒരു USG എടുത്ത് നോക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ നന്നായിട്ട് എക്സസൈസ് ചെയ്യുന്നതാണ്, നിങ്ങൾക്ക് വയറിൻ്റെ ഭാഗത്തൊന്നും വലിയ രീതിയിലുള്ള കൊഴുപ്പും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ USG ചെയ്യേണ്ട ആവശ്യകതയില്ല. നിങ്ങൾ എന്താണെങ്കിലും ഒന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് വീട്ടിലൊക്കെ ചെയ്ത് നോക്കാവുന്ന ലിവർ പ്യൂരിഫയേഴ്സ് ഒരുപാടുണ്ട്. നിങ്ങളിപ്പം വെറുതെ തന്നെ നിങ്ങളൊന്ന് ആഷ് ഗാർഡ് അഥവാ കുമ്പളങ്ങയൊക്കെ ജ്യൂസ് അടിച്ച് കുടിക്കുന്നത് നമ്മുടെ ലിവറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ തഴുതാമ നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഈ തഴുതാമയുടെ ലീവ്സ് ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നതൊക്കെ ലിവറിൻ്റെ ഹെൽത്ത് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യുന്നതാണ്. അപ്പം അല്ലെങ്കിൽ കൈപ്പയ്ക്ക നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ബിറ്റർ ഗോഡ്, അതും നമുക്ക് ജ്യൂസ് ആക്കിയിട്ട് വെറുതെ കുടിക്കുന്നതൊക്കെ ഈ ലിവറിൻ്റെ ഹെൽത്ത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എന്ത് ജ്യൂസാണെങ്കിലും ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ ഒരുപാട് കാലം ഒരു ജ്യൂസ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കരുത്. അതും നിങ്ങൾ മെഡിക്കേഷൻസ് ഒക്കെ കഴിക്കുന്ന ആളുകളാണെങ്കിൽ ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശം എടുക്കേണ്ടതോ അനിവാര്യമാണ്. അപ്പോൾ മെയിനായിട്ടും ലിവറിൻ്റെ ഹെൽത്തൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് ഈ ഒരു രൂപത്തിലാണ്. ഇപ്പം എച്ച് പൈലോറി ബാക്ടീരിയാസ് ഒക്കെ ആണെങ്കിൽ ആദ്യം തന്നെ നമുക്ക് ആ ഒരു ബാക്ടീരിയാസിൻ്റെ ഗ്രോത്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള മെഡിക്കേഷൻസ് സ്റ്റാർട്ട് ചെയ്യണം. അതിനുശേഷം നിങ്ങൾ പ്രോബയോട്ടിക്സും പ്രീ ഫൈബേഴ്സും ഒക്കെ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുക. അതുപോലെ തന്നെ ഇപ്പം സപ്ലിമെൻറ്റ്സ് ആണെങ്കിലും പ്രോബയോട്ടിക് സപ്ലിമെൻറ്റ്സ് ഉണ്ട്, പ്രീ ഫൈബേഴ്സ് സപ്ലിമെൻറ്റ്സ് ഒക്കെ അവൈലബിൾ ആണ്. അങ്ങനെയുള്ള സപ്ലിമെൻറ്റ്സ് ഒക്കെ നിങ്ങൾ നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഈ ഒരു ബാക്ടീരിയാസിൻ്റെ ഗ്രോത്ത് മാക്സിമം കുറച്ച് കൊണ്ടുവരിക. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ദഹന പ്രശ്നങ്ങൾ, മൈഗ്രെയിൻ ബുദ്ധിമുട്ടുകൾ, താരൻ്റെ പ്രശ്നങ്ങൾ, ഈ ആർത്രൈറ്റിക് കംപ്ലയിൻറ്റ്സ്, ജോയിൻറ്റ് പെയിൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലിവറിൻ്റെ ഹെൽത്ത് ഓക്കെ ആണെന്ന് നോക്കുക, ബാക്ടീരിയാസിൻ്റെ പ്രസൻസ് ഇല്ല, അസിഡിറ്റി പോലുള്ള ബുദ്ധിമുട്ടുകളില്ല എന്ന് ഉറപ്പ് വരുത്തുക. അതിനുശേഷം നമ്മൾ നോർമലി ചെയ്യുന്ന എന്തൊക്കെ കാര്യങ്ങളാണ്? നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ എക്സസൈസ് ഫോളോ ചെയ്യണം. ഒരു ദിവസം ഇത്ര മുതൽ ഇത്ര ഗ്ലാസ്, അതായത് 8 മുതൽ 12 ഗ്ലാസ് വെള്ളം നിങ്ങൾ എന്താണെങ്കിലും കുടിച്ചിരിക്കണം. ഇടയ്ക്കൊക്കെ നിങ്ങൾ ബോഡി ഒന്ന് എന്ത് ചെയ്യുക, ഒരു വയറിളക്കുകയൊക്കെ നിങ്ങളുടെ ബോഡിക്കൊക്കെ ഒരു പ്യൂരിഫൈയിങ് ഒരു എഫക്റ്റ് നിങ്ങളുടെ ശരീരത്തിന് നിങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നോക്കുക. അപ്പോൾ മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. നന്നായിട്ട് മൂത്രമൊഴിച്ച് പോയാൽ തന്നെ നമ്മുടെ ശരീരത്തിലുള്ള ഒരുവിധം ടോക്സിൻസ് ഒക്കെ കുറഞ്ഞു കിട്ടും. അതിനാണ് ഡോക്ടേഴ്സ് നന്നായിട്ട് വെള്ളം കുടിക്കാനൊക്കെ പറയുന്നത്. അപ്പോൾ കിഡ്നിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളുകളൊക്കെ ആണെങ്കിൽ നമ്മളൊരു ലിമിറ്റേഷൻ കൊടുക്കും, ഇത്രത്തോളം വെള്ളം കുടിച്ചാൽ മതി. ആ കാര്യങ്ങളൊക്കെ നോക്കുക. അപ്പം നിങ്ങൾക്ക് ഇപ്പം ഈ ഒരു
ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ള ആളുകളാണ്, ഗട്ട് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ അല്ലെങ്കിൽ ലിവർ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ ആണെങ്കിൽ നമുക്കത് കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ കൺസൾട്ടേഷൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. നന്ദി.